ഹരി ഓം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ആറ്റുകാൽ പൊങ്കാലയാണ്. ഇത് കാണുന്ന കേൾക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ആറ്റുകാൽ പൊങ്കാല സമർപ്പിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കൊല്ലം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ദേശദേവതയായി പരിലസിക്കുന്ന ശ്രീ പുതിയകാവ് ഭഗവതി. ഈ പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ പൊങ്കാല മാർച്ച് 13 വെള്ളിയാഴ്ചയാണ്. മാർച്ച് 2 ക്ഷേത്രമേൽശാന്തിയും മുൻ ശബരിമല മേൽശാന്തിയുമായ ബ്രഹ്മശ്രീ ഇടമനയില്ലത്ത് ശ്രീ ബാലമുരളി തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ദ്വാദശാവ്രതത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് കാപ്പുകെട്ടി വ്രതം അനുഷ്ഠിച്ചു നിൽക്കുന്നത്. ആർത്തഹൃദയങ്ങളിൽ മാതൃവാത്സല്യത്തിൻ്റെ കാരുണ്യാമൃതം പൊഴിക്കുന്ന ശ്രീ പുതിയകാവിലമ്മ ശരണാഗതി പ്രാപിച്ചെത്തുന്നവർക്ക് ആശ്രിത വത്സലയാണ്. ആത്മനൈവേദ്യമായ പൊങ്കാല സമർപ്പിക്കുവാൻ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എത്താറുണ്ട്. വളരെ നിഷ്ഠയോടും ചിട്ടയോടും ശുദ്ധിയോടും പ്രമുഖ തന്ത്രിമാരുടെയും ഒക്കെ മുഖ്യ കാർമ്മികത്വത്തിൽ ധാരാളം വിശേഷാൽ പൂജകളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ പുതിയകാവ് ഭഗവതി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ദേവിയുടെ ആ ശക്തി ചൈതന്യം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സാധിക്കുന്നവർ ഒക്കെ തന്നെ ഇന്നേ ദിവസം ഭഗവതിക്ക് പൊങ്കാല സമർപ്പിക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, മൺകലം ശരീരമായും അരി മനസ്സായും സങ്കല്പിച്ച് ശർക്കര എന്ന ആ പരമാനന്ദത്തിൽ ചേരുമ്പോൾ അഹംബോധം നശിച്ച് ഭഗവതിയിൽ ലയിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആത്മസമർപ്പണമായി പുതിയകാവിൽ ശ്രീ ഭഗവതിക്ക് പൊങ്കാല സമർപ്പിക്കാം. എല്ലാവർക്കും പുതിയകാവിൽ അമ്മയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. ഹരി ഓം.